ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അടിപൊളി ഒരു മധുരം ആണ് പാൽപ്പായസം. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐറ്റമാവും പായസം. അതിൽ പാൽപ്പായസമാണെന്ന് വെച്ചാൽ പിന്നെ പറയും വേണ്ട, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാവും. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് അധികം വെന്ത് പോവാതെയും കുഴയാതെയും പാലും അരിയും ഒക്കെ ഒരേപോലെ മധുരവും എല്ലാം ഒന്നിച്ച് നിൽക്കണ രീതിയിൽ ഉണ്ടാക്കണ ഒരു പായസമാണത്. അപ്പോൾ ഇതിന് ഞാൻ കറക്റ്റ് അളവുകളൊക്കെ പറയുന്നുണ്ട്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് വിരുന്നുകാരെയൊക്കെ വരണ സമയത്തൊന്ന് ഞെട്ടിക്കാൻ പറ്റിയ ഒരു കിടിലൻ പായസമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി നേരിട്ടിട്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 1/4 കപ്പ് അളന്നിട്ട് ഈ പൊട്ടരി ഉണ്ടല്ലോ, ഇത് പായസത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഇടയിലൊരു പൊട്ടുണ്ട്, ഫുള്ളരി അല്ല കേട്ടോ. അങ്ങനത്തെ അരി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ പാൽപ്പായസത്തിന്. അപ്പോൾ ഈ ഒരു പാൽപ്പായസത്തിലേക്ക് ഞാൻ 1/4 കപ്പിൻ്റെ അളവിൽ ഇട്ട് ആദ്യം തന്നെ നമുക്കിതൊന്ന് നന്നായി കഴുകിയെടുക്കാം. കുതിർത്താൻ വയ്ക്കൊന്നും വേണ്ട കേട്ടോ, സോക്കിയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് നന്നായി കഴുകി ഊറ്റി വെള്ളം വാർത്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ പായസം എളുപ്പത്തിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അളവ് ഓരോന്ന് ഇടുമ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ കുക്കർ വെച്ചിട്ട് ഞാൻ അടിയിൽ ഈ അരി ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുക്കറൊന്ന് നന്നായി ചൂടാക്കുക. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യുണ്ടല്ലോ, നെയ്യിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ അരി ഇതിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കില്ല. മറ്റേ നേരിട്ടിട്ട് ഇതിലിട്ടിട്ട് നമ്മൾ നെയ്യ് ഇട്ടിട്ട് വറുക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ അരി ഇതിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് സ്റ്റീലിൻ്റെ കുക്കറായാലും അങ്ങനത്തെ കുക്കറായാലും വേണ്ടിയേ ഒന്ന് ഇങ്ങനെ ഫസ്റ്റ് ഈ ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ നമ്മളുടെ കുക്കറിൻ്റെ അടിയിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കില്ല. ഇതാ ഇത്ര ഒരു 2 തുള്ളി നെയ്യാണ് ഒറ്റിക്കുന്നുള്ളൂ. ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഞാൻ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കൈ നോക്കണം, ചുടരുത്, നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ചെയ്തോക്കി വെക്കും. അപ്പോൾ നമ്മളുടെ അരി നമ്മൾ വറുക്കുമ്പോഴൊക്കെ ഒട്ടിപ്പിടിക്കാതെയും ഒക്കെ കിട്ടും. അതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കുക. നന്നായി 3-4 പ്രാവശ്യം കഴുകി ഊറ്റി വെച്ച അരി ഇരിക്കുന്നുണ്ട്. നന്നായി ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരണം. കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ. ഈ നുറുക്കരി ഇല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ബസ്മതി റൈസ്. ബസ്മതി റൈസിന് ഒരു സ്മെല്ലും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വരും പായസം. നുറുക്കരി വാങ്ങാൻ കിട്ടും, പായസത്തിലുള്ള നുറുക്കരി പറഞ്ഞാലും വാങ്ങാൻ കിട്ടും. ഈ ഒരു കളറായിട്ടുണ്ട്. ഈ ഒരു കളറാവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്കൊരു 2 കപ്പ് പാല് ആദ്യം ഒഴിക്കുക കേട്ടോ. പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചൂടോടെ ഇരിക്കുകയാണ് നമ്മുടെ കുക്കർ. അപ്പോൾ ഇത് ഇതായി വരാനുള്ള ചാൻസ് ഉണ്ട് മുകളിലേക്ക്. അതായത് 250 ml കപ്പിൽ ഇത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ചൂടോടെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മെല്ലെ മെല്ലെ ഒഴിക്കുക കേട്ടോ. മുകളിലേക്ക് ആവി വരാനുള്ള ചാൻസ് ഉണ്ട്, കയ്യും ഒക്കെ സൂക്ഷിക്കുക. 1 കപ്പ് ഒഴിച്ചു. ഇനി 1 കപ്പും കൂടി നമുക്ക് ഒഴിക്കാം. ഇത് നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ തിളപ്പിച്ച് വെച്ച പാലാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കുക. 2 വിസിൽ നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2 വിസിൽ വരട്ടെ കേട്ടോ. പഞ്ചസാര പെടുന്നില്ല, അത് ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അരി പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ, ഉടഞ്ഞു പോരുത്. അതാണ് ഞാൻ 2 വിസിൽ മതിയെന്ന് പറഞ്ഞേ. വെന്തിട്ടുണ്ട്. നന്നായി ഉടഞ്ഞ് ചോറ് പോലെയാവരുത്, അതാണ്. അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ പാൽപ്പായസം അടിപൊളിയാവുക. ഇനിയാണ് ഇതിലേക്ക് ബാക്കി പാലും
പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് നമുക്ക് കുറുക്കിയെടുക്കണം. അപ്പം ഈ വിസിൽ വിളിക്കേണ്ട. ഇനി ഇതിലൊന്നും കൂടി കടന്നിട്ട് നമ്മുടെ ഈ അരി ഒന്നും കൂടി വറ്റി വരുമ്പോൾ ഒന്നും കൂടി വേവും ചെയ്യും. ഇത്തിരി കുറുക്കിയെടുക്കണം. പക്ഷേ നമ്മുടെ പാലിൻ്റെ കളറ് കണ്ടില്ലേ, നമ്മൾ ആദ്യം ഒന്ന് എണ്ണയിൽ നെയ്യിൽ പാട്ടുകൊണ്ട് ഒന്ന് വറുത്തെടുക്കൊണ്ട് കളറൊന്നൊരു ചെറിയൊരു യെല്ലോയിഷ് ആയിട്ട് വരും. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിന് ശേഷം ബാക്കി 2 കപ്പ് പാലും കൂടി ഞാൻ ഒഴിക്കാൻ പോവുകയാണ്. ഇത് 2 കപ്പ് ആദ്യം ഒഴിച്ചു. ഇത് 3ാമത്തെ, ഇത് 4. ശേഷം ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര പിന്നെ മധുരം ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ചാണ്. ചിലർ മധുരം നല്ല ഇഷ്ടമുള്ളവരുണ്ടാവും. ഞാനൊരു ആവറേജ് മധുരമാണ് ഇതിൽ പറയണം. പിന്നെ നിങ്ങൾക്ക് കൂട്ട് കുറയ്ക്കുക എന്തുവാണ് ചെയ്യാം കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കും തിളച്ച് പോവുകയൊന്നും ചെയ്യരുത്. കുക്കർ കുറച്ച് വലുതാക്കിയിട്ട് എടുത്ത കാരണമാണ് നമ്മൾ വിസിൽ വിളിക്കുമ്പോൾ പുറത്തേക്ക് വരാതിരുന്നത്. ചെറിയ കുക്കർ എടുക്കണ സമയത്ത് ശ്രദ്ധിക്കണം, പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ തിള വന്നു കേട്ടോ. തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ഇടാം. ഞാൻ ഇതിൽ 1/2 കപ്പാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് അരി ഇടുമ്പോൾ നമ്മളിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര. ഇതിൽ ഇനി മധുരം വേണമെന്നുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി മധുരം ഇതാക്കാം. അതൊരു ആവറേജാണ് കേട്ടോ. ഇനി പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് കുറുക്കിയെടുക്കണം. പിന്നെ പായസം വെക്കുമ്പോൾ ഒക്കെ നമ്മൾ എടുക്കണ പാത്രവും ഒക്കെ സൂക്ഷിക്കുക കേട്ടോ. ഒന്ന് ചൂടുവെള്ളം ആക്കിയിട്ട് ആ പാത്രം ആദ്യം ഒന്ന് തിളപ്പിച്ച് കഴുകി എടുക്കുക. നമ്മൾ അങ്ങനത്തെ കുക്കറൊക്കെ ചിലപ്പോൾ നമ്മൾ നോൺ വെജൊക്കെ ഉണ്ടാക്കിയ കുക്കറൊക്കെ അണച്ചാൽ സൂക്ഷിക്കണം. പാലിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ പിരിയാനും കേടുവന്ന് പോവാനും പിരിഞ്ഞു വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കണം പാലിൻ്റെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ ഓരോരോ ടിപ്സാണ് കുക്കിങ്ങിൽ. പഴയ നമ്മളുടെ മുതിർന്നവരിങ്ങനെ പറഞ്ഞ് കേട്ട് നമ്മളും അത് പഠിച്ചു എന്ന് മാത്രം. അറിയണവരൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ ചെയ്യണൊരു രീതി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തരികയാണ് കേട്ടോ. കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂവ് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു മണവും കിട്ടും, നല്ലൊരു കളറും വരും. അത് നമ്മൾ വേവിക്കാടില്ലേ ഫസ്റ്റ് 2 കപ്പ് വെള്ളം 2 കപ്പ് പാല് ഒഴിച്ചിട്ട് അരി വേവിച്ചില്ലേ, അപ്പം തന്നെ വേണമെച്ചാൽ ഒരു പിഞ്ച് കുങ്കുമപ്പൂ ഇട്ടിട്ട് വേവിക്കാം കേട്ടോ. കുങ്കുമപ്പൂ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് സാഫ്രൻ അതിടാം. ഒരു കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു 1/4 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചിടുന്നുണ്ട്. അതിൻ്റെ തൊണ്ടൊക്കെ മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതാണ് അതിൻ്റെ പാകട്ടോ. പാലും അരിയും ഒരേപോലെ ഒപ്പം വീഴുന്ന കണ്ടു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി കുറുക്കണ്ട. ഇനി കുറുക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത് ആറി വരുമ്പോഴേക്ക് നല്ല ചോറ് പോലെയാവും. അപ്പോൾ ഒന്ന് ലൂസാവണമല്ലോ പായസം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂപ്പിച്ചിടാം. ബദാം വേണ്ടവർക്ക് ബദാം ഇടാം കേട്ടോ. അത് നെയ്യിൽ കാഷ്യൂനട്ട് ചെറുതാക്കി നോക്കിയത് അതും കൂടി ഇടുന്നുണ്ട്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഒന്ന് വറ്റിച്ചെടുക്കാൻ കുറച്ചൊരു സമയം വേണമെന്നേ ഉള്ളൂ. ഇന്ന് പാൽപ്പായസം ഉണ്ടാക്കി നോക്കിക്കോ അടുത്ത പ്രാവശ്യം. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഈ പഞ്ചസാരയുടെ അളവ് പാകാവും കേട്ടോ. ഇനി വല്ലാതെ മധുരം വേണമെന്നുള്ളവർ ആ 1/2 കപ്പിനെക്കാട്ടിലും ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഇട്ടാൽ നല്ല മധുരമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയൂ എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റിൽ ഉണ്ടാക്കി നോക്കിയിട്ട് പറയുക. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.